ഒമ്പതാം ക്ലാസ്സിലെ മക്കളെ സ്വാഗതം. സംസ്കൃതത്തിന്റെ ഒരു പുതിയ തലം, പുതിയ അധ്യായം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ നീൽ മഹേശ്വർ പ്രസാദ് സാറാണ്. നമ്മളിതാ മൂന്നാമത്തെ ഏകകമാണ് ഇന്ന് നോക്കുന്നത് കേട്ടോ. കുഡ്മളം എന്നാണ് അതിന്റെ പേര്. കുഡ്മളം. കുഡ്മലം എന്ന് പറഞ്ഞാൽ എന്താണ്? കുഡ്മലം എന്ന് പറഞ്ഞാൽ അവിടെ ഫോട്ടോ കൊടുത്തിട്ടുള്ള പോലെ തന്നെ ഒരു വിടരുന്ന മൊട്ടാണ്, ഒരു വിടരുന്ന പൂമൊട്ട്. അതാണ് കുഡ്മളം. കണ്ടോ, മൊട്ട്, നല്ലൊരു പനിനീർ പൂമൊട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊട്ടാണ് കുഡ്മളം എന്ന് പറഞ്ഞാൽ. റെഡി? അപ്പോൾ പൂമൊട്ട്, വിടരും പനിനീർദലം അല്ലേ. അപ്പോൾ കുടുംബലം എന്ന യൂണിറ്റിലെ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ ഒരു ആമുഖം കൊടുത്തിട്ടുണ്ട്. നമുക്ക് വായിക്കാം. ആമുഖം എന്താണ്? പല്ലവൈഹി പത്രൈശ്ച വർദ്ധമാനേ സംസ്കൃത പാദപേ തദനു കുടുംബലം ജായതേ. പല്ലവങ്ങളും പത്രങ്ങളും ഒക്കെയുള്ള, അതായത് ഇളം തളിരുകളും ഇലകളും ഒക്കെ വളർന്നു വരുമ്പോൾ സംസ്കൃത പാദപേ, പാദപം എന്ന് പറഞ്ഞ വൃക്ഷം, അപ്പോൾ സംസ്കൃതമാകുന്ന ഈ വൃക്ഷത്തിൽ പിന്നെ എന്താണ് ഉണ്ടാവുന്നത്? പൂക്കൾ ഇങ്ങനെ പൂമൊട്ടായിട്ട് പൂമൊട്ടാണ് ഉണ്ടാവുന്നത് അല്ലേ, മൊട്ടാണ് ഉണ്ടാവുന്നത്. കുഡ്മലം ഉണ്ടാവുന്നു, കുഡ്മളം ജനിക്കുന്നു. ആദ്യം ചെറിയ തളിരായി ഇലകൾ വന്ന് ആ ചെടി ഇങ്ങനെ വളർന്ന് അത് മൊട്ടിടുന്നു. മൊട്ടാണ് പിന്നെ പൂവാവുക അല്ലേ. അപ്പോൾ ആദ്യം അത് മൊട്ടിടുകയാണ്. സംസ്കൃത ഭാഷാ സാഹിത്യം ച കുഡ്മല നാമകേ അസ്മിൻ ഏകകേ പ്രതിപാദിതം. സംസ്കൃത ഭാഷയും അതിൻ്റെ സാഹിത്യവും വിടർന്നു വരുന്ന പൂമൊട്ട് എന്ന ഈ ഒരു യൂണിറ്റിൽ, ഈ ഒരു ഏകകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവതരിപ്പിച്ചിരിക്കുന്നു. അത്ര ഇതിലെന്താ ഉള്ളത്? ഇവിടെ ആര്യഭടന്റെ യോഗദാനം അധികൃത്യ, അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ബേസ് ചെയ്തുകൊണ്ട്, ആര്യഭടന്റെ സംഭാവനയെ ആസ്പദമാക്കിയിട്ട് വിവരണാത്മക മയൂരശിഖ നാമക പാഠ, മയൂരശിഖ എന്ന പേരുള്ള ഒരു വിവരണാത്മകമായ പാഠം, ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ മയൂരശിഖ എന്ന പേരുള്ള ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. ആരെക്കുറിച്ചുള്ളതാണ്? ആര്യഭടൻ. ആരാണ് ആര്യഭടൻ? നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ. ആര്യഭട്ട എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ എന്താ പഠിക്കാനുള്ളത്? സൗന്ദര്യനന്ദ കാവ്യാത് സമാകലിത കശ്ചിദംശയുക്ത നിയമ്യതാം സ്വയം ഇതി പാഠ. സൗന്ദരനന്ദ കാവ്യത്തിൽ നിന്നും, സൗന്ദരനന്ദം എന്ന് പറയുന്ന കാവ്യത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് നിയമ്യതാം സ്വയം എന്ന് പറയുന്ന ഒരു പാഠമുണ്ട്. പിന്നെ അതിനുശേഷമുള്ള തദനു, അതിനുശേഷം ഗച്ഛാമോ വയം ഇതി യാത്രാ വിവരണം ച സന്തി. ഗച്ഛാമോ വയം എന്ന് പറയുന്ന ഒരു യാത്രാ വിവരണം കൂടി ഈ യൂണിറ്റിൽ കുടുംബലത്തിൽ പഠിക്കാനുണ്ട്. സംസ്കൃത വാങ്മയ പാരാവാരം പ്രവേഷ്ടം ബഹുവോപകാരമിതമേകകം. അപ്പോൾ സംസ്കൃത വാങ്മയമാകുന്ന പാരാവാരം. എന്താ പാരാവാരം? കടൽ, സാഗരം, സീ അല്ലെ, ഓഷ്യൻ. അപ്പോൾ സംസ്കൃത സാഹിത്യം, സംസ്കൃത വാങ്മയമാകുന്ന, വാങ്മയം എന്ന് പറഞ്ഞാൽ ലിറ്ററേച്ചർ എന്ന് തന്നെ, സാഹിത്യം തന്നെ എടുത്താൽ മതി. അപ്പം സംസ്കൃത സാഹിത്യമാകുന്ന ഈ വിശാലമായ കടലിലേക്ക്, സാഗരത്തിലേക്ക് കടക്കുവാൻ, പ്രവേശിക്കുവാൻ ബഹൂപകാരമിതം, വളരെയധികം ഉപകാരപ്രദമാണ്. ഇതം ഏകകം, ഈ ഒരു യൂണിറ്റ്, ഈ ഒരു ഏകകം. അപ്പോൾ നമ്മൾ അതിൽ ആദ്യത്തെ ഈ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ, കുടുംബലത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്? മയൂരശിഖ. അതാണ് പഠിക്കാൻ പോകുന്നത് നമ്മുടെ 6ാമത്തെ പാഠം. മയൂരശിഖ. ഇവിടെ ഒരു ഉപഗ്രഹം, ആര്യഭട്ട എന്ന് പറയുന്ന ഉപഗ്രഹമാണ് കൊടുത്തിരിക്കുന്നത്. ആര്യഭട്ട എന്താണെന്നൊക്കെ നിങ്ങൾ സ്വയം അന്വേഷിച്ച് കണ്ടുപിടിച്ച് പഠിക്കുക കേട്ടോ. പാഠപ്രവേശം നോക്കുക. പൂർവസ്മിൻ പാഠേ ആധുനിക സങ്കേതം ഉപയുജ്യ പ്രേഷിതം സന്ദേശം വയം ദൃഷ്ടവന്തഃ ഖലു. കഴിഞ്ഞ പാഠത്തിൽ, മുമ്പത്തെ പാഠത്തിൽ നമ്മൾ ഒരു മോഡേൺ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അയച്ച മെസ്സേജ് കണ്ടിരുന്നു അല്ലേ. നമ്മൾ വാട്സപ്പിൽ അമ്മാവൻ മകന് ഫുഡ്, റെസ്റ്റോറൻറ്റ് പോയിട്ട് ഏത് ഫുഡ് വാങ്ങണമെന്ന് വെച്ചപ്പോൾ കൺഫ്യൂഷനായിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുക, എന്നിട്ട് മെസ്സേജ് ടൈപ്പ് ചെയ്യുക, വീണ്ടും ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ യൂഷ്വലി നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വാട്സപ്പിൽ ചെയ്യുന്നത് പോലെ വീഡിയോ കോൾ ചെയ്യുക, ഓഡിയോ കോൾ ചെയ്യുക, ഫോട്ടോ അയച്ചു കൊടുക്കുക. ഇങ്ങനെ അയച്ചു കൊടുക്കുന്നതൊക്കെ എന്താണ്? ടെക്നോളജിയാണ് അല്ലേ. അപ്പോൾ സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ ടെക്നോളജിയാണ്. ഇതുപോലെ പുതിയ പുതിയ ടെക്നോളജിയെക്കുറിച്ചുള്ള സന്ദേശം, മെസ്സേജ് അയക്കുന്ന ഒരു പരിപാടി കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കണ്ടു. ഏതാദൃശാനാം സന്ദേശാനാം പ്രേഷണേ ഉപഗ്രഹസ്യ സഹായം അത്യാവശ്യകം ഭവതി. എങ്ങനെയാണ് ഞാൻ അയച്ച മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുന്നത്? ഞാൻ ഹായ് നയിക്കുമ്പോഴേക്കും എങ്ങനെയാണ് അടുത്ത വാട്സപ്പിൽ വരുന്നത്? ഇതിന് സാറ്റലൈറ്റുകൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മുടെ ഈ മെസ്സേജ് മുമ്പൊക്കെ നമുക്ക് ടവറൊക്കെ ഉണ്ട്. അപ്പോൾ ടവറിലേക്ക് പോയി, പിന്നെ അങ്ങനെ പോയി സാറ്റലൈറ്റ് അങ്ങനെ പോയി, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് അല്ലേ, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമ്മൾ കുറേ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കും ടെക്നോളജി. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മെസ്സേജ് അടുത്ത ആളിലേക്ക് എത്താൻ വേണ്ടി സാറ്റലൈറ്റ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അതിൻ്റെ ഹെൽപ്പ് ഇല്ലാണ്ട് ഇത് നടക്കില്ല. തർഹി, അപ്പോൾ ഇതുപോലുള്ള സന്ദേശങ്ങൾ അയക്കുന്നതിന് ഉപഗ്രഹത്തിൻ്റെ സഹായം അനിവാര്യമാണ്. ഉപഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്, കൃത്രിമ ഉപഗ്രഹം. തർഹി ഭാരതരാഷ്ട്രേണ ഇതം പ്രഥമതയാ വിക്ഷിപ്ത ഉപഗ്രഹ കഹ. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ഭാരതം, നമ്മുടെ രാജ്യം ഓരോരോ ഉപഗ്രഹങ്ങൾ ഇങ്ങനെ വിക്ഷേപിക്കും. അപ്പോൾ ഭാരതത്തിൽ ഏറ്റവും ആദ്യം വിക്ഷേപിച്ച ഉപഗ്രഹം, സാറ്റലൈറ്റ് ഏതാണ്? അത് ആര്യഭട്ട ആണ്. ആര്യഭട്ട എന്ന് പറയുന്ന സാറ്റലൈറ്റ് ആണ് നമ്മൾ ആദ്യമായിട്ട് ഭാരതം വിക്ഷേപിച്ച സാറ്റലൈറ്റ്. ഏവക്കില, അത് തന്നെയാണ് അല്ലേ. ഭാരതത്തിലെ പ്രസിദ്ധ ജ്യോതിശാസ്ത്രകാരനാണ്. ഭാരതസ്യ പ്രസിദ്ധസ്യ ജ്യോതിശാസ്ത്രകാരസ്യ ആര്യഭട്ടസ്യ സ്മരണാർത്ഥം തന്നാമ ദത്തം. എന്തിനാണ് ഇന്ത്യയുടെ ഫസ്റ്റ് സാറ്റലൈറ്റിന് ആര്യഭട്ട എന്ന് പേരിട്ടത്?
ഭാരതത്തിൻ്റെ ഫസ്റ്റ് സാറ്റലൈറ്റിന് ആര്യഭട്ട എന്ന് പേരിടാനുള്ള കാരണം ആര്യഭടൻ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ്റെ മെമ്മറിക്ക് വേണ്ടിയിട്ടാണ്. ആരാണ് ഈ ആര്യഭടൻ? ഭാരതത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ജ്യോതിശാസ്ത്രകാരനാണ്. ജ്യോതിശാസ്ത്രം അല്ലേ, നമുക്ക് ഒരുപാട് ശാസ്ത്രങ്ങൾ ഭാരതത്തിലുണ്ട്. അപ്പോൾ ജ്യോതിശാസ്ത്രകാരനായ ആര്യഭട്ടനെ സ്മരിച്ചാണ് നമ്മൾ ആ പേര് നൽകിയിരിക്കുന്നത്. ഇതാനും ആര്യഭട്ടം തസ്യ യോഗദാനം ച അധികൃത്യ കിഞ്ചിത് പഠാമഹ. അപ്പോൾ ആര്യഭട്ടൻ്റെയും അദ്ദേഹത്തിൻ്റെ സംഭാവനകളെക്കുറിച്ചും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാം. ഓക്കെ, ജ്യോതിശാസ്ത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, നമ്മൾ ആകാശത്തിലേക്ക് നോക്കി പിന്നെ പ്രകാശവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്നതാണ് ജ്യോതിശാസ്ത്രം. നമുക്ക് ഗണിതശാസ്ത്രം അറിയാം, ജ്യോതിശാസ്ത്രം അറിയാം. അതുപോലെ ആര്യഭട്ടനെ കുറിച്ച് നോക്കാം. ആദ്യം ആമുഖം നോക്കുക. ആര്യഭട്ട ബ്രഹ്മഗുപ്ത മഹാവീര ഭാസ്കരാചാര്യ വരാഹമിഹിര ശ്രീപതി പ്രഭൃതയ ഗണിതശാസ്ത്രേ ജ്യോതിശാസ്ത്രേ ച വിശ്രുതാഃ ഭാരതീയാഃ സംഖ്യാവന്തഃ ഭവന്തി. ഈ പറയുന്ന ആളുകൾ ആരൊക്കെ? ആര്യഭട്ടൻ, ബ്രഹ്മഗുപ്തൻ, മഹാവീരൻ, ഭാസ്കരാചാര്യൻ, വരാഹമിഹിരൻ, ശ്രീപതി മുതലായ ഈ ആചാര്യന്മാരൊക്കെ ഗണിതശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലും പ്രശസ്തരായ ഭാരതീയ പണ്ഡിതന്മാരാണ്. അവരൊക്കെ മാത്തമാറ്റീഷ്യന്മാരുമാണ്, അതുപോലെ ആസ്ട്രോളജിസ്റ്റുമാണ് അല്ലേ. അവർ ജ്യോതിശാസ്ത്രജ്ഞരുമാണ്, മാത്തമാറ്റീഷ്യന്മാരാണ്. അപ്പോൾ ഇവർ മാത്തമാറ്റിക്സ് ഉപയോഗിച്ചിട്ടാണ് വാനനിരീക്ഷണവും ജ്യോതിശാസ്ത്രവും ബാക്കി നക്ഷത്ര സമൂഹങ്ങളും ഗ്രഹങ്ങളെക്കുറിച്ചുമൊക്കെ ഇവരന്ന് കണ്ടെത്തിയത് അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഭാരതത്തിന് വലിയ ഒരു ഇൻ്റലക്ച്വൽ ട്രഡീഷൻ ഉണ്ട്. നമ്മളെല്ലാം ബ്രിട്ടീഷുകാരുടെ ഇംഗ്ലീഷുകാരുടെ കണ്ടുപിടുത്താണെന്ന് പറയുന്നു അല്ലേ. പക്ഷെ അങ്ങനെയല്ല. അവരിവിടെ വന്ന് നമ്മളെ 250 കൊല്ലം 250 years അടിമകളാക്കി വെച്ചു. അപ്പോൾ നമ്മുടെ അറിവുകളും ഒക്കെ അതിനു മുമ്പ് മുഗളന്മാർ വന്നു. പലരും വന്ന് ഇവിടെ അധിനിവേശം നടത്തി ഇവിടെയുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ നശിപ്പിച്ച്, പണ്ടത്തെ യൂണിവേഴ്സിറ്റികളൊക്കെ തീയിട്ട് നശിപ്പിച്ച് ഇവിടുത്തെ എന്താ പറയുക പടയോട്ടങ്ങളൊക്കെ ഒരുപാട് വിദേശികൾ ഇവിടെ ആക്രമിച്ച് കീഴടക്കിയിരുന്നു. നമ്മുടെ നോളജ് സിസ്റ്റം ഒക്കെ താറുമാറാക്കിയതാണ് ഇവിടുത്തെ. ഇപ്പോഴും നിങ്ങൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ കാണാമല്ലോ, ഒരുപാട് വലിയ വലിയ ആർക്കിടെക്ചറായിട്ടുള്ള അമ്പലങ്ങളൊക്കെ കാണാമല്ലോ. എന്തൊരു അത്ഭുതമാണല്ലേ. ആന പിടിച്ചാൽ പോലും പൊങ്ങാത്ത വലിയ പാറകളൊക്കെ വെച്ചിട്ടുള്ള വലിയ വലിയ അമ്പലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ്, ഏത് എഞ്ചിനീയറിംഗും ഏത് ആർക്കിടെക്റ്റും വെച്ചിട്ടാണ് അത്രയും കൊല്ലം മുമ്പ് ഉണ്ടാക്കിയത്? അപ്പോൾ അതൊക്കെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് അറിയാൻ ശ്രമിക്കുക. നമ്മുടെ നാടിൻ്റെ ട്രഡീഷൻ എത്ര മഹത്തായിരുന്നു എന്ന് അറിയാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള ട്രഡീഷനിൽ എണ്ണപ്പെട്ട വലിയ വലിയ ആളുകളാണ് ആര്യഭടനും ബ്രഹ്മഗുപ്തനും മഹാവീരനും ഭാസ്കരാചാര്യനും വരാഹമിഹിരനും ശ്രീപതിയൊക്കെ. ഇവരൊക്കെ മാത്തമാറ്റീഷ്യന്മാരുമാണ്. ഭാരതീയ ഗണിതശാഖായ തദ്വാര ലോകഗണിതശാസ്ത്രായ കേരളീയാനാമപി അമൂല്യാനി യോഗദാനാനി സന്ധി. ഭാരതത്തിൻ്റെ ഗണിതശാസ്ത്രത്തിന് മാത്രമല്ല, ലോകത്തിൻ്റെ ഗണിതശാസ്ത്രത്തിന് പോലും കേരളത്തിലുള്ള ആളുകളുടെയും അമൂല്യമായ സംഭാവനകളുണ്ട്. അപ്പോൾ ഭാരതം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ, മലയാള നാട്ടിൽ നിന്നും കുറേ സംഭാവനകൾ കൊടുത്തിട്ടുണ്ട് ഗണിതശാസ്ത്രത്തിൽ അല്ലേ. കേരളീയ ഗണിതശാസ്ത്രകാരേഷു ആരൊക്കെയാണ്? കേരളത്തിലെ മാത്തമാറ്റീഷ്യന്മാർ. അതിലേറ്റവും ഫേമസ് ആണ് സംഗമഗ്രാമ മാധവ. ഈ കേരളീയ ഗണിതശാസ്ത്ര പാരമ്പര്യത്തിലെ പ്രശസ്തനായ പണ്ഡിതനാണ് സംഗമഗ്രാമ മാധവൻ എന്ന് പറയുന്ന ആൾ. പിന്നെ നീലകണ്ഠ സോമയാജി. പിന്നെ പുതുമന ചോമാതിരി ഹരിദത്ത. പുതുമന ചോമാതിരി ഹരിദത്തൻ. പിന്നെ ഹരിദത്തൻ വടശ്ശേരി പരമേശ്വര പ്രഭൃതയ. അപ്പോൾ പുതുമന ചോമാതിരി ഒരാളാണ്, ഹരിദത്തൻ വേറെ ആളാണ്, വടശ്ശേരി പരമേശ്വരൻ മുതലായ ആളുകൾ കേരളത്തിൽ നിന്നുള്ള മാത്തമാറ്റീഷ്യന്മാരാണ്. ഇതിൽ ഞാൻ സംഗമഗ്രാമ മാധവൻ്റെ പേരും സോമയാജിയുടെ പേരും ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അവരുടെ വീഡിയോസൊക്കെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീൽസിലൊക്കെ വരുന്നുണ്ട്. മറ്റുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മൾ അറിയണം കേട്ടോ. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള മാത്തമാറ്റീഷ്യന്മാരെ കുറിച്ച് തന്നെ നമ്മൾ കുറേ കൂടി ഇനി അറിയാനിരിക്കുന്നു അല്ലേ. അറിയേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ നാട്ടിലെ ആൾക്കാരാണ്. ശൂന്യസ്യ ആവിഷ്കാരേണ അങ്കഗണിതേ ബീജഗണിതേ ക്ഷേത്രഗണിതേ ത്രികോണമിതൗ കലനേച ഭാരതസ്യ നാമ ഉല്ലിഖിതമേതൈ ആചാര്യൈ. അപ്പോൾ ആരാണ് ഈ 0 കണ്ടുപിടിച്ചത്? 0. ആരാണ് 0 കണ്ടുപിടിച്ചാരാണ്? 0 കണ്ടുപിടിച്ചത് ഭാരതീയരാണ് കേട്ടോ. 0 കണ്ടുപിടിച്ചത് 0 കണ്ടുപിടിച്ചാരാണ്? ഭാരതീയരാണ്. അപ്പോൾ ശൂന്യം എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ ശൂന്യത്തിൻ്റെ ആവിഷ്കാരത്താൽ അങ്കഗണിതം, ബീജഗണിതം, ജാമിതി, ട്രിഗണോമെട്രി, ജിയോമെട്രി, കലനശാസ്ത്രം, നമ്മുടെ മാത്തമാറ്റിക്സിൻ്റെ വിവിധങ്ങളായ ബ്രാഞ്ചസ്, അതിലൊക്കെ ഭാരതത്തിൻ്റെ പേര് ലോകം മുഴുവൻ ഉയർന്ന് കേൾക്കപ്പെട്ടു. കാരണം ഭാരതീയരാണ് 0 കണ്ടുപിടിച്ചത്, 0 കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതിനൊക്കെ കാരണം ഈ പറയുന്ന മഹാന്മാരായ ആചാര്യന്മാരാണ്. അപ്പോൾ പണ്ടത്തെ ആളുകൾ ടെക്നിക്കലി അത്ര എന്താ പറയുക എസ്റ്റാബ്ലിഷ്ഡ് ഒന്നും ആയിരിക്കില്ല. അവർക്ക് വാട്സപ്പും ഫേസ്ബുക്കൊന്നും ഇല്ല. പക്ഷെ അവർ ഇൻ്റലക്ച്വലി വളരെ ഗ്രേറ്റ് ആയിരുന്നു. അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ നമ്മുടെ ആമുഖം കഴിഞ്ഞു. ഇനി ആര്യഭട്ടനെ കുറിച്ചുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു ജീവനചരിത്രമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ബയോഗ്രഫിയാണ്. അതൊന്ന് നോക്കുക. ഭാരതേ വിശ്വവിഖ്യാത ഗണിതശാസ്ത്ര വിശാരദ ജ്യോതിശാസ്ത്ര പണ്ഡിത ച ആസീത് ആര്യഭട. നമ്മുടെ ഭാരതത്തിലെ വളരെ വിശ്വവിഖ്യാതമായ, വളരെ പ്രശസ്തമായ, ഫേമസ് ആയിട്ടുള്ള, ലോകപ്രശസ്തനായിട്ടുള്ള ഗണിതജ്ഞനും ജ്യോതിശാസ്ത്ര പണ്ഡിതനുമായിരുന്നു ഭാരതത്തിൻ്റെ ആര്യഭടൻ. പിന്നെന്താ പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ജനിച്ച വർഷം ക്രിസ്തു വർഷം അല്ലേ.
CE-യിലാണ് 476 CE-യിലാണ് അദ്ദേഹം ഭൂജാതഃ ഇതി ശ്രൂയത ജനിച്ചതെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ക്രിസ്തു വർഷം 476 ജനിച്ചു എന്നാണ് വിശ്വാസം. തസ്യ പിതരൗ അധികൃത്യ വിജ്ഞാനം ഇതഃ പര്യന്തം ന ലബ്ധം. അദ്ദേഹത്തിൻ്റെ അച്ഛനെക്കുറിച്ച് മാതാപിതാക്കൾ സംബന്ധിച്ച വിവരമൊന്നും നമുക്ക് ഇന്നുവരെ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. സ്വസ്യ അദ്ദേഹത്തിൻ്റെ 23-ാമത്തെ വയസ്സിൽ തേന ആര്യഭടീയം വിരചിതം. അപ്പോൾ 23-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആര്യഭടീയം എന്ന് പറയുന്ന ബുക്ക് എഴുതിയത്. അപ്പോൾ ആര്യഭടൻ്റെ ബുക്കാണ് ആര്യഭടീയം. ആര്യഭടൻ്റെ ബുക്കാണ് ആര്യഭടീയം. റെഡി? കുസുമപുരേ ഉഷിത്വാ സഹ ആര്യഭടീയം വിരചയത് ഇതി പ്രശസ്തഃ പാരസികചിന്തകഃ അൽബറൂണി അവദത്. അപ്പോൾ കുസുമപുരം എന്ന് പറയുന്ന ഒരു സ്ഥലം ഇന്നത്തെ പട്ടണമായി കരുതുന്ന പാട്ടലിപുത്രമാണ്. അപ്പോൾ ഇന്നത്തെ പാട്ടലിപുത്രത്തിൽ താമസിക്കുമ്പോൾ പാട്ടലിപുത്രം അല്ലേ, പാട്ടലിപുത്രത്തിൽ താമസിക്കുമ്പോഴാണ് നമ്മുടെ ആര്യഭടൻ എന്ത് എഴുതിയെന്നാണ് അൽബറൂണി പറയുന്നത്. പാരസികം എന്ന് പറഞ്ഞാൽ പേർഷ്യൻ. അപ്പോൾ പേർഷ്യൻ പിന്നെ പണ്ഡിതനായിരിക്കുന്നത് അൽബറൂണി പറയുന്നത് എന്താണ്, അദ്ദേഹം പാട്ടലിപുത്രത്തിൽ കുസുമപുരത്തിൽ താമസിക്കുമ്പോഴാണ് ഈ ആര്യഭടീയം എഴുതിയെന്നാണ് അൽബറൂണി പറയുന്നത്. അൽബറൂനി എന്ന് പറഞ്ഞാൽ ആരാണ്? പേർഷ്യൻ പണ്ഡിതനാണ്. പിന്നെന്താ പറയുന്നത്? ആര്യഭടഃ നാലന്ദാ വിശ്വവിദ്യാലയസ്യ കുലപതിഃ ആസീത് ഇതി DG ആപ്തേ അഭിപ്രായതി. ഇപ്പോൾ നാലന്ദ എന്ന് പറയുന്ന ഒരു സർവകലാശാലയുണ്ട്. നമ്മൾ നളന്ദ എന്നൊക്കെ പറയുന്നത് നാലന്ദ എന്ന് പറയുന്ന കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഇറക്കേണ്ട വേർഡ് നാലന്ദ. അപ്പോൾ നാലന്ദ വിശ്വവിദ്യാലയം, നാലന്ദ സർവകലാശാലയുടെ കുലപതി വൈസ് ചാൻസലർ ആയിരിക്കുന്ന DG ആപ്തേ പറയുന്നത് എന്താണ്? ആര്യഭടഃ നാലന്ദ വിശ്വവിദ്യാലയ കുലപതി ആസീത് DG ആപ്തേ. നലന്ദ അന്നത്തെ ആ വിശ്വവിദ്യാലയത്തിൻ്റെ ചാൻസലർ കുലപതി ആയിരുന്നു ആര്യഭടൻ എന്ന് DG ആപ്തേ പറയുന്നു. അത് പിന്നെ നളന്ദയും തക്ഷശിലയൊക്കെ പിന്നെ നശിപ്പിച്ച് കളഞ്ഞു അല്ലെ, വിദേശികളിവിടെ വന്ന് നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ആ സമയത്തുള്ള യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ സ്ഥാനത്തിരുന്ന ആളാണ് ആര്യഭടൻ. ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ, എത്ര ഗ്രേറ്റ് ആയിരുന്നു നമ്മൾ ഭാരതീയർ വിദ്യാഭ്യാസത്തെ, എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ, അറിവിൻ്റെ കാര്യത്തിൽ അല്ലേ. പിന്നെ അടുത്ത പാരഗ്രാഫ്, ജ്യോതിശാസ്ത്രേണ സഹ ഗണിതശാസ്ത്രേ ജാമിതീയ സിദ്ധാന്തേ ബീജഗണിത സിദ്ധാന്തേ ച സ ശാസ്ത്രസ്യ മാർഗദർശകഃ ആസീത്. ജ്യോതിശാസ്ത്രേണ സഹ, ജ്യോതിശാസ്ത്രത്തോടൊപ്പം തന്നെ ഗണിതശാസ്ത്രേ ജാമിതീയ സിദ്ധാന്തം, ഇതിലൊക്കെ ജാമിതിയിലും ജ്യോതിശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും ബീജഗണിതത്തിലും അദ്ദേഹം മാർഗദർശകനായിരുന്നു. ആര്യഭടൻ ഈ ശാസ്ത്രങ്ങളിലൊക്കെ ഒരു ഗൈഡായിരുന്നു. വളരെയധികം വഴി കാണിച്ചു കൊടുക്കുന്ന ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആയിരുന്നു. മനസ്സിലായോ? അതുകൊണ്ട് ഈ ഒരു എന്താ പറയുക, ഈ ഒരു വർഷം ഏപ്രിൽ 19 ദിനാങ്കേ വിക്ഷിപ്തസ്യ ഉപഗ്രഹസ്യ ആര്യഭട്ട ഇതി നാമദത്വ ഭാരത സർവകാരേണ ഏതേ സമാദൃതഃ. അപ്പോൾ നമ്മുടെ ഈ ആര്യഭട്ട 1975 ഏപ്രിൽ 19 വിക്ഷേപിച്ചത് അല്ലേ. 1975 ഏപ്രിൽ 19 ആര്യഭട്ട വിക്ഷേപിച്ചത്. അപ്പോൾ 1975 ഏപ്രിൽ 19 വിക്ഷേപിച്ച് ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹത്തിന് ആര്യഭട്ട എന്ന പേര് സർക്കാർ കൊടുത്ത് ആ ആര്യഭടനെ ആദരിച്ചു. ആര്യഭട്ടസ്യ യോഗദാനേന വിനാ ഭാരതീയ ഗണിതശാസ്ത്രസ്യ ജ്യോതിശാസ്ത്രസ്യ ച വിചിന്തനം കർത്തും ന ശക്യത്തെ ഇത് ചിന്തകാഹ വദന്തി. ചിന്തകന്മാർ എന്താണ് പറയുന്നത്? ആര്യഭടൻ്റെ കോൺട്രിബ്യൂഷൻസിനെ നമ്മൾ മൈൻഡ് ചെയ്യാതെ, അതിനെ അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി നോക്കാമെന്ന് വെച്ചാൽ മാത്തമാറ്റിക്സിന് ഒരു എക്സിസ്റ്റൻസും ഉണ്ടാവില്ല. സോ ഭാരതത്തിൻ്റെ മാത്തമാറ്റിക്സും ആസ്ട്രോളജിയും ഒക്കെ ജ്യോതിശാസ്ത്രവും ഒക്കെ എന്തിലിരിക്കുകയാണ്? ആര്യഭടൻ്റെ കോൺട്രിബ്യൂഷന് ബേസ് ചെയ്തിരിക്കുകയാണ്. സോ അത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഗ്രേറ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷനാണ് ആര്യഭടൻ നമുക്ക് വേണ്ടി തന്നത്. ഇനി ആര്യഭടീയം എന്താണെന്ന് പറയണം. ആര്യഭടീയം എന്ന് പറഞ്ഞാൽ ആര്യഭടൻ എഴുതിയ പുസ്തകം. ആര്യഭടൻ എഴുതിയ പുസ്തകമാണ് ആര്യഭടീയം. നോക്കുക, ആര്യഭടീയം ഇത്യേകസ്യ ഗ്രന്ഥസ്യ രചനയാ സ ജ്യോതിശാസ്ത്രായ ഗണിതശാസ്ത്രായ ച അമൂല്യം യോഗദാനം പ്രായച്ഛത്. ആര്യഭടീയം ഇത്യേകസ്യ ഗ്രന്ഥസ്യ, ആര്യഭടീയം എന്ന് പറയുന്ന ഒറ്റ ബുക്കിൻ്റെ രചന കൊണ്ട് തന്നെ ജ്യോതിശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും വളരെ അമൂല്യമായ, വിലമതിക്കാനാവാത്ത പ്രഷ്യസ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആര് നൽകി? ആര്യഭടൻ നൽകി. ആര്യഭടീയം എന്ന ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം ജ്യോതിശാസ്ത്രത്തിനും ഗണിതശാസ്ത്രത്തിനും അമൂല്യമായ സംഭാവന നൽകി. ഗ്രന്ഥോയം ഖഗോളശാസ്ത്രേഷു മയൂരശിഖ ഇവ ആഭാതി. ഈ ഗ്രന്ഥം ഖഗോളശാസ്ത്രം, നമ്മുടെ ഈ ജിയോഗ്രഫി അല്ലേ, ഗോളശാസ്ത്രത്തിനും മയൂരശിഖ ഇവ ആഭാതി. മയൂരശിഖ പോലെയാണ് ദീപ്തമായിരിക്കുന്നത്, അതുപോലെയാണ് തിളങ്ങിയിരിക്കുന്നത് അല്ലേ.
പിന്നെന്താ പറയുന്നത് ആര്യഭടീയെ ചത്വാരഹ ഭാഗഃ സന്തി. അപ്പോൾ ഈ ആര്യഭടീയം എന്ന് പറയുന്ന ഈ ബുക്കിന് ചത്വാരഹ ഭാഗഃ സന്തി, 4 പോർഷൻസ് ആണുള്ളത്. ആര്യഭടീയം എന്ന് പറയുന്ന ബുക്കിന് 4 പോർഷൻസ് ആണുള്ളത്. ഏതൊക്കെയാണ് 4 പോർഷൻസ്? വായിച്ചേ. അപ്പോൾ മയൂരശിഖ പോലെ ഇരിക്കുന്ന മയിലിന് എങ്ങനെയാണോ മയിലിൻ്റെ പീലി എങ്ങനെയാണോ മയിലിനൊരു അലങ്കാരം അല്ലേ, അതുപോലെ മയിൽപീലി പോലെ വളരെ മയിലിൻ്റെ ആ ഒരു മയിൽ എന്ന് പറയുമ്പോൾ അത് പീലിയാണ്, മയിലിനൊരു പീലിയാണ് എൻ്റെ പവർ. അതുപോലെ നമ്മുടെ ഈ ഭൂഗോള വിജ്ഞാനം ഗോളശാസ്ത്രത്തിന് നമ്മുടെ ആര്യഭടീയം എന്ന് പറയുന്ന പുസ്തകം, ജ്യോതിശാസ്ത്രത്തിന് ആര്യഭടീയം എന്ന് പറയുന്ന പുസ്തകം ഒരു എന്താ പറയുക വളരെ പേര്, അതാണ് അതിൻ്റെ എല്ലാം അല്ലേ. അപ്പോൾ ജ്യോതിശാസ്ത്രം, ഖഗോളത്തിന് ജ്യോതിശാസ്ത്രം എന്ന് മീനിങ് എടുത്താൽ മതി. നോക്കുക. അപ്പോൾ ഏതൊക്കെയാണ് ആര്യഭടീയത്തിൻ്റെ 4 പോർഷൻസ്? ഒന്നാമത്തത് ഗീതികാപാദഃ. ഒന്നാമത്തെ എന്താണ്? ഗീതികാപാദഃ. നിങ്ങൾ വിക്കിപീഡിയയിൽ ആര്യഭടീയം PDF എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ആ പുസ്തകമൊക്കെ ചിലപ്പോൾ PDF ആയിട്ടൊക്കെ കിട്ടും കേട്ടോ. ഒന്ന് ഗീതികാപാദഃ, 2 ഗണിതപാദഃ, പിന്നെ കാലക്രിയാപാദഃ, പിന്നെ ഗോളപാദഃ. ഓക്കെ. അപ്പോൾ നമ്മുടെ പുരാതന ഭാരതത്തിലെ പ്രഗത്ഭനായ ആര്യഭടൻ എന്ന് പറയുന്ന ഈ ജ്യോതിശാസ്ത്രത്തിൻ്റെ അതിപ്രശസ്തമായ ജ്യോതിശാസ്ത്ര ഗ്രന്ഥമാണ് ആര്യഭടീയം. നമുക്ക് മനസ്സിലായി. 23-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അത് എഴുതിയത് നമ്മൾ പറഞ്ഞു അല്ലേ. 23-ാമത്തെ വയസ്സിലാണ് എഴുതിയത്. ഇത് അതിലുള്ള ഒരു ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ് അദ്ദേഹം 23-ാമത്തെ വയസ്സിലാണ് അത് എഴുതിയത്. അപ്പോൾ ഈ ഗീതികാപാദം, ഗണിതപാദം, കാലക്രിയാപാദം, ഗോളപാദം, ഇങ്ങനെ 4 അധ്യായങ്ങളാണ് ഈ ആര്യഭടീയത്തിന് ഉള്ളത്. 4 അധ്യായം. ഓരോ അധ്യായത്തിലും ഈ 2 വരികൾ വീതമുള്ള ശ്ലോകം കൊണ്ടാണ് ആര്യഭടൻ താൻ കണ്ടെത്തിയ ശാസ്ത്ര സത്യങ്ങൾ വിവരിക്കുന്നത് കേട്ടോ. ഗീതികാപാദത്തിൽ 13 ശ്ലോകങ്ങളും ഗണിതപാദത്തിൽ 33 ശ്ലോകങ്ങളും കാലക്രിയാപാദത്തിൽ 25 ശ്ലോകങ്ങളും ഗോളപാദത്തിൽ 50 ശ്ലോകങ്ങളാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ കാലക്രിയാപാദത്തിലെ 10-ാം ശ്ലോകത്തിലാണ് തൻ്റെ ജന്മസമയത്തെക്കുറിച്ചുള്ള സൂചന കൊടുത്തിരിക്കുന്നത്. ഷഷ്ട്യബ്ദാനാം ഷഷ്ടിയർയഥാ വ്യതീത സ്ത്രയശ്ചയുഗപാദാഃ ത്രിധികാ വിംശതിരബ്ദാസ്തദേഹ മമ ജന്മനോതീതാഃ. അങ്ങനെയുള്ള ശ്ലോകം വെച്ചാണ് പറയുന്നത്. അതായത് 60 പ്രാവശ്യം 60 വർഷങ്ങളും ഒരു മഹായുഗത്തിൻ്റെ 3 പാദങ്ങളും കഴിഞ്ഞപ്പോൾ എൻ്റെ ജനനം കഴിഞ്ഞ് 23 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതായത് ആര്യഭടൻ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ആര്യഭടൻ ജനിച്ച ഡേറ്റ് പോലും മാത്തമാറ്റിക്കലായിട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ആര്യഭടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശദീകരണങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരുന്നു അദ്ദേഹം എന്ന്. എന്താണ് ഈ ആര്യഭടീയം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പ്രത്യേകത? ജ്യോതിശാസ്ത്രത്തെ പൂർണ്ണമായും അത്യാധുനിക ഗണിതത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോവുകയാണ് ആര്യഭടീയത്തിലൂടെ ആര്യഭടൻ ചെയ്തത്. അന്നുവരെ നിലനിന്നിരുന്ന പല അന്ധവിശ്വാസങ്ങളെയും പിഴുതെറിഞ്ഞ് സ്വന്തമായി ഗണിത സൂത്രവാക്യങ്ങളും ഫോർമുലകളും ഗണിത പദ്ധതികളും ആവിഷ്കരിച്ച് തൻ്റെ സിദ്ധാന്തങ്ങളെ ആര്യഭടീയത്തിലൂടെ ലോക സമക്ഷം കാഴ്ച വെക്കുകയായിരുന്നു ആര്യഭടൻ ചെയ്തത്. ഇതിൽ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ. മണ്ടത്തരങ്ങളൊന്നും പറഞ്ഞു വെച്ചിട്ടില്ല. ഗ്രഹങ്ങളുടെ ഭ്രമണസംഖ്യ, ഗ്രഹങ്ങളുടെ വ്യാസം, ഭ്രമണപഥത്തിൻ്റെ ചെരിവ്, സഞ്ചാരപഥത്തിലെ ഭ്രമണ സ്വഭാവം, സംഖ്യരചനാ ഗണിതം, വർഗ സ്ക്വയർ, ഘനം അതിൻ്റെ ക്യൂബ് അതിൻ്റെ വിവരണം, വർഗ്ഗമൂലം സ്ക്വയർ റൂട്ട് അല്ലെ, ഘനമൂലം തുടങ്ങിയവയുടെ വിവരണം, ത്രികോണ വൃത്ത വിസ്തീർണം, പൈ അതിൻ്റെ മൂലം, പൈതഗോറസ് തുടങ്ങിയ അനേക ഗണിത ജ്യോതിശാസ്ത്ര വിഷയങ്ങളാണ് ഈ ആര്യഭടീയത്തിലുള്ളത്. അപ്പോൾ ഭാവിയിൽ എന്താ പറയുക, നമ്മുടെ ഈ ലോകത്ത് പല ആളുകളും ഭാവിയിൽ ഡിസ്കസ് ചെയ്യുന്ന പല വിഷയങ്ങളും അന്നേ നമ്മുടെ ഭാരതത്തിലുള്ള ആര്യഭടൻ എഴുതി വച്ചിട്ടുണ്ട്. നോക്കൂ, ചതുർഷു പാദേഷു ഏകവിംശത്യുത്തരശതം കാരികഃ വർത്തന്തെ. അപ്പോൾ ഇതെല്ലാം ഈ 4 പാദങ്ങളും കൂട്ടിയാൽ ഏകദേശം ഒരു 121 കാരികകൾ ഇതിൻ്റെ അകത്തുണ്ട്. ടോട്ടൽ ഒരു 121 കാരികകൾ ഈ 4 പാദങ്ങളിലും നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ത്രയോദശ ശ്ലോകയുക്തേ ഗീതികാപാദേ, കണ്ടോ 13 ത്രയോദശ ശ്ലോകങ്ങളുള്ള ഗീതികാപാദത്തിൽ വിവിധാനി മാനാനി പ്രതിപാദ്യന്തെ, വിവിധ തരത്തിലുള്ള മാനങ്ങൾ പറയുന്നുണ്ട്. ഏതൊക്കെയാണ് ഈ മാനങ്ങൾ? യോജന, ഹസ്ത, അങ്കുലഹ, ഇതൊക്കെ ഓരോരോ അളവുകളാണ്. യോജന നമ്മൾ കിലോമീറ്റർ, മീറ്റർ, കിലോ, ലിറ്റർ എന്നൊക്കെ പറയില്ലേ, അളവ് തൂക്കങ്ങൾ, മെഷർമെൻറ്റ്സ്. അതുപോലെ ഓരോ മാനങ്ങൾ, ഓരോ യോജന, ഓരോ ഹസ്തം, ഓരോ അങ്കുലം, അടി, ഫീറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഓരോ യൂണിറ്റുകൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ത്രയത്രിംശത്ത് ശ്ലോകസഹിതേ ഗണിതപാദേ 33 ശ്ലോകങ്ങളുള്ള ഗണിതപാദത്തിൽ ജാമിതീയ രൂപാണ വിസ്തീർണ, ജാമിതീയ രൂപങ്ങളുടെ വിസ്തീർണവും, ശംഖുച്ഛായ നിഴൽ അളവുകൾ ഇത്യാദിയായ വിത്യന്തി. നോക്കിയാൽ നിഴൽ അളവുകളൊക്കെ അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 25 ശ്ലോകയുക്ത 25 ശ്ലോകങ്ങളുള്ള കാലക്രിയാപാദേ, കാലക്രിയാപാദത്തിൽ എന്തൊക്കെയുള്ളത്? കാലചക്രത്തെക്കുറിച്ച് പറയുന്നു, സൗരവർഷം, സോളാർ ഇയേഴ്സ്. നോക്കി എത്ര ഗ്രേറ്റ് ആണല്ലേ.
അപ്പോൾ ആര്യഭടീയം 4 ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ഗീതികാപാദം, ഗണിതപാദം, കാലക്രമപാദം, ഗോലപാദം. ഈ 4 പാദങ്ങളിലാകെ 171 ശ്ലോകങ്ങളുണ്ട്. 13 ശ്ലോകങ്ങളുള്ള ഗീതികാപാദത്തിൽ യോജന, ഹസ്തം, അങ്കുലം തുടങ്ങിയ അളവുകളെക്കുറിച്ച് പറയുന്നു. 33 ശ്ലോകങ്ങളുള്ള ഗണിതപാദത്തിൽ വിസ്തൃതമായ ആശയങ്ങളും, കാലക്രമപാദത്തിൽ കാലചക്രം, സൗരവർഷം, ചാന്ദ്രമാസം, നക്ഷത്രദിനം, ചാന്ദ്രദിനം എന്നിവ വിശദീകരിക്കുന്നു. നമുക്ക് ചാന്ദ്രമാസം, സൗരവർഷം, നക്ഷത്രദിനം, ചാന്ദ്രദിനം ഇത്യാദീനി വിസ്തരണ പ്രതിപാദ്യന്തെ. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. 50 ശ്ലോക സഹിതേ 50 അല്ലേ 50 ശ്ലോകങ്ങളുള്ള ഗോലപാദത്തിൽ ഖഗോളശാസ്ത്രം പ്രതിപാദ്യത. അതിനകത്ത് ജ്യോതിശാസ്ത്രമാണ് പറയുന്നത്. ഗ്രഹനക്ഷത്രങ്ങളുടെ ഗതിപഥം, ആകാശഗോള സിദ്ധാന്തങ്ങൾ എന്നിവ പറയുന്നു. നക്ഷത്രാണാം ഗ്രഹാണാം സഞ്ചാരമാർഗം ച തത്ര പ്രസ്തൗതി ആചാര്യ. അപ്പോൾ നക്ഷത്രങ്ങളുടെ ഗ്രഹനക്ഷത്രങ്ങളുടെയൊക്കെ സഞ്ചാരമാർഗ്ഗങ്ങൾ ഈ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആര്യഭടീയം ഇതി ഏകേനൈവ ഗ്രന്ഥേന ജ്യോതിശാസ്ത്രനഭസിൽ ജ്യോതിശാസ്ത്രത്തിൻ്റെ ആകാശത്തിൽ തഥാ ഗണിതശാസ്ത്രമണ്ഡലേ ദേദീപ്യമാന ആര്യഭട 550 അല്ലേ 550. ക്രൈസ്റ്റ് ഇയർ 550 പഞ്ചത്വം ഗതഃ. അപ്പോൾ ജ്യോതിശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും പ്രകാശിച്ചിരുന്ന മഹാവിദ്വാൻ ആര്യഭട്ടൻ ക്രിസ്തുവർഷം 550 നിര്യാതനായി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അത്രയാണ് ആ ഒരു ആര്യഭടീയത്തിനെ കുറിച്ചും ആര്യഭട്ടനെ കുറിച്ചുള്ള പോർഷൻ. മനസ്സിലായല്ലോ? ആര്യഭടൻ്റെ ഡെത്ത് എന്ന് പറയുന്നത്, മരണം എന്ന് പറയുന്നത്, മൃത്യു എപ്പോഴാണ്? 550 AD പദച്ഛേദ നോക്കിക്കോ. ചാന്ദ്ര ഗവേഷണ പദ്ധതിരേവ എന്ന് പറഞ്ഞാൽ ചാന്ദ്ര ഗവേഷണ പദ്ധതി പ്ലസ് ഏവ, ചന്ദ്രനെ കുറിച്ച് റിസർച്ച് ചെയ്യാനുള്ള ഒരു പദ്ധതി. തന്നാമ, തത്ത് പ്ലസ് നാമയാണ് തന്നാമ. ആ ഒരു തത്ത് പ്ലസ് നാമ 2 തായും നായും സന്ധി ചേരുമ്പോൾ തന്നാമ നാവും. ശ്രീമത് പ്ലസ് നാരായണീയം ചേരുമ്പോൾ ശ്രീമൻ നാരായണീയമാവും. അതുപോലെ ഇത്യാദേഹ, ഇതി പ്ലസ് ആദേഹയാണ് ഇത്യാദേഹ. കേരളസ്യ പ്ലസ് അപി. ഈ സന്ധി പദച്ഛേദങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണേ. എല്ലാം സെയിം ഇതിലാണ് പോവുക. അപ്പോൾ ഓരോ ഇതിലും ഓരോന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ആദൃതോയം, ആദൃത പ്ലസ് അയം. ആദൃതോയം എന്ന് പറഞ്ഞാൽ ആദരിക്കപ്പെട്ടു. ഇത്യേകസ്യ, ഇതി പ്ലസ് ഏകസ്യ വരുമ്പോൾ ഇത്യേകസ്യ എന്ന് വരും. അപ്പുറത്ത് എന്താ ഉണ്ടായത്? ഇതി പ്ലസ് ആദേഹ ഇത്യാദേഹ എന്ന് വന്നു. അപ്പോൾ ഇത്യാദേഹ, അപ്പോൾ ഈ ഇതി പ്ലസ് ആദേഹ അപ്പുറത്ത് സ്വരം വരുമ്പോൾ ഇത്യാദേഹ എന്നായി. ഇവിടെ ഇതി പ്ലസ് ഏകം, അവിടെയും സ്വരാക്ഷരമാണ്. അപ്പോൾ ഇത്യേകസ്യ എന്നായി അല്ലേ. ഏകേന പ്ലസ് ഏവ വരുമ്പോൾ ഇപ്പുറത്ത് നായും ഏയും ചേരുമ്പോൾ ഏകേനൈവ, നായും ഏവ നൈവ. ഇനി വിഗ്രഹങ്ങൾ എങ്ങനെയാണ് മുറിച്ചെഴുതുന്നത്? എങ്ങനെയാണ്? കേരളീയ ഗണിതശാസ്ത്രകാരാഹ, കേരളീയാഹ ച അമീ ഗണിതശാസ്ത്രകാരാഹ ച. കേരളീയ ഗണിതശാസ്ത്രകാരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കേരളീയനുമാണ്, ഒപ്പം തന്നെ എന്താണ്? ഗണിതശാസ്ത്രകാരനും ആണ്. ഭൂജാത, ഭുവി ജാത, ഭൂമിയിൽ ജനിച്ചു. ഭുവി എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ, അപ്പോൾ ഭൂമിയിൽ ജനിച്ചതിനെ ഭൂജാതൻ എന്ന് വിളിക്കുന്നു. നമ്മളൊക്കെ ഭൂജാതന്മാരാണ് അല്ലേ. കാലചക്രം, കാല ഏവ ചക്രം, കാലം തന്നെ ആകുന്ന ചക്രം, കാലചക്രം. സൈക്ലിക് ആയിട്ടാണ് ഈ സമയം കടന്നു പോകുന്നത് അല്ലേ. നമുക്കറിയാലോ, മഴ വരും, വെയിൽ വരും, മഞ്ഞ് വരും, വീണ്ടും മഴ വരും, വെയിൽ വരും, മഞ്ഞ് വരും. ഇതിങ്ങനെ ചക്രമാണ്. അപ്പോൾ കാലം എന്ന് പറയുന്ന ഒരു ചക്രമാണ്. ഈ ഒരു സൈക്ലിക് ആയിട്ടുള്ള യൂണിവേഴ്സിൻ്റെയും സൈക്ലിക് ആയിട്ടുള്ള ടൈമിൻ്റെ ഒക്കെ ഒരു കോൺസെപ്റ്റ് നമ്മളുടെ സ്വന്തം ഭാരതീയ സ്പിരിച്വൽ കോൺസെപ്റ്റാണ് കേട്ടോ. മറ്റു പലർക്കും അതില്ല. സൗരവർഷം, സൗരം ച തത് വർഷം ച. സൗരവർഷം എന്ന് പറഞ്ഞാൽ സൂര്യവർഷം, സോളാർ ഇയേഴ്സ്, സൂര്യൻ്റെ ഈ വർഷം, സൂര്യവർഷം. ചാന്ദ്രമാസ, ചന്ദ്രസ്യ അയം ചാന്ദ്ര, ചാന്ദ്ര ച അസൗ മാസ ച. ചാന്ദ്രമാസം നിങ്ങൾക്കറിയാം. സഞ്ചാരമാർഗം, സഞ്ചാരസ്യ മാർഗ തം, സഞ്ചരിക്കുന്ന മൂവ് ചെയ്യുന്ന മാർഗം വഴിയാണ് സഞ്ചാരമാർഗം, സഞ്ചാരസ്യ മാർഗ. റെഡി? അപ്പോൾ ആ ചാപ്റ്റർ കഴിഞ്ഞു. വളരെ സിമ്പിളായ ചാപ്റ്ററാണ്. അതിൻ്റെ പഠന പ്രവർത്തനാനി നമുക്ക് നോക്കാം. സംശയമൊന്നുമില്ലല്ലോ? ആര്യഭടനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് ആ ചാപ്റ്ററിൽ പറയുന്നത്. മയൂരശിഖ. ഇതിൽ നിങ്ങൾ ആര്യഭടൻ്റെ ബർത്ത് ഇയറും ഡെത്ത് ഇയറും കോൺട്രിബ്യൂഷനും ബുക്കിൻ്റെ പേരൊക്കെ പഠിച്ചു നോക്കണേ. ബുക്കിൻ്റെ അകത്ത് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് അതിൻ്റെ പേരൊക്കെ പഠിച്ചു നോക്കുക കേട്ടോ. പഠന പ്രവർത്തനാനിൽ പാഠഭാഗം പഠിക്കുക. കേരളീയ ഗണിതശാസ്ത്രകാരാണാം ഇതര ഗണിതശാസ്ത്രകാരാണാം ച നാമാനി പട്ടികാം കരോതു. അപ്പോൾ കേരളീയരായിട്ടുള്ള ഗണിതശാസ്ത്രകാരുടെ പേര് നമ്മൾ ആഡ് ചെയ്യണം. അല്ലാത്ത കേരളത്തിന് പുറത്തുള്ള ആൾക്കാരുടെ പേരും ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതുക. ഏതാണ് കേരളത്തിലുള്ളത്? ഏതാണ്? കേരളീയം, കേരളീയാഹ.
ആരാണ്? സംഗമഗ്രാമ മാധവൻ അല്ലേ? നമ്പർ 1 സംഗമഗ്രാമ മാധവൻ. അവിടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ. എവിടെയുള്ളത്? ഇവിടെ ഉണ്ട്. സംഗമഗ്രാമ മാധവ, നീലകണ്ഠ സോമയാജി, പുതുമന ചോമാതിരി, ഹരിദത്തൻ, വട്ടശ്ശേരി പരമേശ്വരൻ, ഇവരെല്ലാം കേരളീയരാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എഴുതി വെക്കുക. പിന്നെ സംഗമഗ്രാമ മാധവനെ കുറിച്ച് ഇവിടെ ഒരു സൂചന കൊടുത്തിട്ടുണ്ട്. പേര് സംഗമഗ്രാമ മാധവ. ജന്മം എവിടെ ജനിച്ചത്? 1340 ഇരിങ്ങാലക്കുട്ട അല്ലേ? തൃശ്ശൂർ ജില്ലയിലല്ലേ, ഇരിങ്ങാലക്കുട്ടയിലാണ് ജനിച്ചത്. പിന്നെ യോഗദാനം, സംഭാവന, അനന്തശ്രേണി, ത്രികോണമിതി, ബീജഗണിതം. അനന്തശ്രേണിയും ട്രിഗണോമെട്രിയും ബീജഗണിതവും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ. കൃതയ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? വേണ്വാരോഹ, സ്ഫുടചന്ദ്രാപ്തി, അഗണിത പഞ്ചാംഗം, അഗണിത ഗ്രഹാചാരം. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. 1425 അദ്ദേഹം മരിച്ചുപോയി. അതാണ് സംഗമഗ്രാമ മാധവൻ്റെ കാര്യം. പിന്നെ പാഠഭാഗം പഠിത്വ പ്രസിദ്ധ പണ്ഡിത ഇത്യേതയോ സമാനാർത്ഥക ശബ്ദാൻ ചിത്വാ ലിഖതു. അത് കഴിഞ്ഞ് ഉദാഹരണാനുസാരം വാക്യം പരിവർത്തിയം ലിഖതു. ഈ ഉദാഹരണം നോക്കിയിട്ട് നിങ്ങൾ എന്താണ്? ജലസ്യ വിനാ സ്നാതും ന ശക്യതേ, ജലേന വിനാ സ്നാതും ന ശക്യതേ, പുസ്തകസ്യ വിനാ പഠിത്തും യതതേ. അങ്ങനെ ആ മോള് കൊടുത്തിരിക്കുന്ന നോക്കിയിട്ട് ജലസ്യ ജലേന, പുസ്തകസ്യ പുസ്തകേന, അങ്ങനെ മാറ്റി എഴുതുക. വാഹനസ്യ ഉപനേത്രസ്യ ആഹാരസ്യ തൂലികായാഹ, അത് നോക്കിയിട്ട് മാറ്റി എഴുതുക. സിമ്പിളാണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ആര്യഭടീയത്തെക്കുറിച്ച് ഒരു ചെറിയ എസ്സേ എഴുതുക. ആവശ്യത്തിന് സാധനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് ആര്യഭടീയം എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ എല്ലാ ലാംഗ്വേജിലും കിട്ടും. പിന്നെ നിങ്ങൾക്ക് അധിക വാചനാംശത്തിന് വേണ്ടി കോശാർത്ഥം കൊടുത്തിട്ടുണ്ട്. ധീരോ മനീഷീജ്ഞ പ്രാജ്ഞ സംഖ്യാവാൻ പണ്ഡിത കവി. അമരകോശത്തിൽ കൊടുത്തിരിക്കുന്ന അർത്ഥങ്ങളാണ്. വിദ്വത് സുപ്രഗൽഭൗ വിശാരദൗ പ്രഥിത പ്രഖ്യാത വിത്ത വിജ്ഞാത വിശ്രുതാ. വ്യാകരണ വിശേഷം കൊടുത്തിട്ടുള്ളത് തൃതീയാന്യതരസ്യാം, അഷ്ടാധ്യായിലാണ് പാണിനിയുടെ. അനേന സൂത്രേണ വിനാ ശബ്ദയോഗി ദ്വിതീയ തൃതീയ പഞ്ചമി വിഭക്തയ ച പ്രവർത്തന്തെ യഥാ ശ്രമം വിനാ ശ്രമേണ വിനാ ശ്രമാദ് വിനാ ന ഫലപ്രാപ്തി. അപ്പോൾ നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞതൊന്നും മനസ്സിലാവാത്ത വാക്കുകളുണ്ടെങ്കിൽ അതിൻ്റെ അങ്കഗണിതം എന്ന് പറഞ്ഞാൽ അരിത്മെറ്റിക്കാണ്, ബീജഗണിതം എന്ന് പറഞ്ഞാൽ ഓൾജീബ്രയാണ്, ക്ഷേത്രഗണിതം ജിയോമെട്രിയാണ്, ത്രികോണമിതി എന്ന് പറഞ്ഞാൽ ട്രിഗണോമെട്രിയാണ്, കലനം എന്ന് പറഞ്ഞാൽ കാൽക്കുലസ് ആണ്. നോക്കിയേ, ഇംഗ്ലീഷിലുള്ള പല വേർഡ്സും സംസ്കൃതത്തിൽ നിന്ന് അതേപോലെ എടുത്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. ത്രികണോമിതി ട്രിഗണോമെട്രി, കലനം കാൽക്കുലസ്, അങ്കഗണിതം അരിത്മെറ്റിക്, പിന്നെ ട്രിഗണോമെട്രി, ഇതൊക്കെ നമ്മുടെ സംസ്കൃതത്തിൽ നിന്ന് തന്നെയാണ് ഇംഗ്ലീഷ് പല വാക്കുകളും അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ബേസിക്കലി എല്ലാം ഒരേ ഫാമിലിയാണ് കേട്ടോ. പിന്നെ ശാസ്ത്രകാരൻ, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം കോൺട്രിബ്യൂഷൻ, ആ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിച്ചു വെച്ചാൽ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ആര്യഭടീയം ആണ് പുസ്തകത്തിൻ്റെ പേര്. അതിൻ്റെ അകത്ത് കോൺട്രിബ്യൂഷൻ എന്താണ്? ബീജഗണിതം. ബീജഗണിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾജിബ്ര, ജാമിതി, ജിയോമെട്രി കണ്ടോ, ജിയോമെട്രി, ജാമിതി. പിന്നെ ബ്രഹ്മഗുപ്ത ബ്രഹ്മസ്ഫുട സിദ്ധാന്ത ഗോളവ്യാപ്ത സമവാക്യം. ബ്രഹ്മസ്ഫുട സിദ്ധാന്തം ആരുടെയാണ്? ബ്രഹ്മഗുപ്തൻ്റെയാണ്. ബ്രഹ്മ വെച്ച് പഠിക്കുക. മഹാവീരൻ എഴുതിയത് ഗണിത സാര സംഗ്രഹ. അപ്പോൾ മഹാവീര ഗണിത സാര അപ്പോൾ അത് പഠിക്കുക. അതിൻ്റെ അകത്ത് ആൾജീബ്ര, അങ്കഗണിതവും അരിത്മെറ്റിക്കും ആൾജീബ്രയാണുള്ളത്. അങ്കഗണിതവും ബീജഗണിതമാണുള്ളത് കേട്ടോ മഹാവീരൻ്റെ. പിന്നെ ഭാസ്കര ആര്യഭട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഭാസ്കര ആചാര്യൻ എഴുതിയത് മഹാഭാസ്കരീയമാണ്. പിന്നെ ലഘുഭാസ്കരീയവും എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ളത് സ്ഥാനസംഖ്യകളെക്കുറിച്ചുള്ള കാര്യമാണ്. പിന്നെ വരാഹമിഹിരൻ എഴുതിയത് ബൃഹത് സംഹിതയാണ്. അതിനകത്ത് ത്രികോണമിതിയെക്കുറിച്ചാണ് പറയുന്നത്. ശ്രീപതിഹി, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് ഗണിത തിലകം. അപ്പോൾ ഈ ടേബിൾ മൊത്തം ബുക്കാണ്. ഗണിത തിലകം, ബീജഗണിതം. സംഗമഗ്രാമ മാധവൻ മലയാളിയാണ്. വേണ്വാരോഹ പുസ്തകം, അതിനകത്ത് പറയുന്നത് ബീജഗണിതം, ത്രികോണമിതി, കലനം, അതിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഉള്ളത്. നീലകണ്ഠ സോമയാജി മലയാളിയാണ്. തന്ത്രസംഗ്രഹ ആണ് പുസ്തകത്തിൻ്റെ പേര്. അഭിന്ന സംഖ്യയെക്കുറിച്ച് അല്ലേ, അഭിന്ന സംഖ്യയെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം ഭിന്നസംഖ്യയുണ്ട്, അഭിന്ന സംഖ്യയും ഉണ്ട്. പുതുമന ചോമാതിരി മലയാളിയാണ്. വേണ്വാരോഹാഷ്ടകമുണ്ട്. ത്രികോണമിതി കലനം എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ. ഹരിദത്ത മലയാളിയാണ്. പുസ്തകത്തിൻ്റെ പേര് മഹാമാർഗ നിബന്ധനമാണ്. പരഹിത പദ്ധതിയാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. വട്ടശ്ശേരി പരമേശ്വര ഉണ്ട്. ദൃഗ്ഗണിതമാണ് അതിൻ്റെ പുസ്തകത്തിൻ്റെ പേര്. ഗ്രഹസഞ്ചാര ഗണിത പദ്ധതിയാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ.
തൃക്കണ്ടിയൂർ അച്യുത പിഷാരോട്ടിഹി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് ഉപരാഗ ക്രിയാക്രമ. അതിൻ്റെ അത് ഗണിതം, മാത്തമാറ്റിക്സ് ആണ് പറയുന്നത്. അപ്പോൾ അത്രയും ആ ഒരു ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതൊന്ന് നോക്കി വെക്കുക, പഠിക്കാൻ പറ്റുന്നൊക്കെ അതിൻ്റെ അതൊന്ന് പഠിക്കുക. നിങ്ങൾക്കത് നമ്മുടെ ഈ ക്ലാസ് 9ാം ക്ലാസ്സിൻ്റെ എക്സാം കഴിഞ്ഞാലും ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് അത് യൂസ്ഫുൾ ആവും. അപ്പോൾ 3ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ മയൂരശിഖ എന്ന് പറയുന്ന ചാപ്റ്റർ സിമ്പിളാണ്, എന്നാൽ കുറച്ച് തിയററ്റിക്കലാണ്, അല്ലെ മാത്തമാറ്റിക്സ് ആയതുകൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട്. എന്നാലും നമുക്ക് ആ ഒരു ആര്യഭട്ടൻ്റെ ലൈഫ് മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്കതിൽ 1 വേർഡൊക്കെ വന്നു കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ടാറ്റ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.